എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ ഓഗസ്റ്റ് 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് അപേക്ഷകൾ സാധ്യമാകും രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി എഡ്യൂക്കേഷൻ സംബന്ധമായ അറിയിപ്പുകൾക്കും അഡ്മിഷൻ റിസൾട്ട്സ് പോലെയുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റിൻ്റെ അവസാന അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ ഇതുവരെ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓഗസ്റ്റ് 6-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കുന്ന അലോട്ട്മെൻറ്റിൽ സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാം. ഇനി മറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതും, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് പുതിയ അപേക്ഷ നൽകാൻ സാധിക്കുമോ എന്നുള്ളതും നമുക്ക് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അഡ്മിഷൻ ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ അപേക്ഷയിലെ തെറ്റുമൂലം കിട്ടിയ സീറ്റ് നഷ്ടമായവർ, ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത കാരണം അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോയവർ, ഇനിയിപ്പം നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തത് കാരണം സീറ്റ് നഷ്ടമായവർ, ഇനിയിപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ, മറ്റ് കോട്ടകളിൽ ഗവൺമെൻറ് സീറ്റ്, മെറിറ്റ് സീറ്റ് കിട്ടില്ലെന്ന് കരുതി മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം നേടിയവർ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്തായാലും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഇത് നിങ്ങൾ HSCAPൻ്റെ സൈറ്റ് വഴിയല്ല അപേക്ഷിക്കേണ്ടത്. സ്പോട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനും വേക്കൻസി ലിസ്റ്റും മാത്രമാണ് HSCAP കൈകാര്യം ചെയ്യുന്നുള്ളൂ. HSCAP കൈകാര്യം ചെയ്യുന്നത് സ്പോട്ട് അഡ്മിഷൻ്റെ വേക്കൻസി ലിസ്റ്റും നോട്ടിഫിക്കേഷനും മാത്രമേ HSCAP വഴി അവർ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്കൂളുകളിലൂടെയാണ് നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് സഹിതമാണ് സ്പോട്ട് അഡ്മിഷന് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സും ആണ് നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. HSCAPൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും ഒപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു അപേക്ഷയുടെ കോപ്പിയും, അതായത് ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഇന്ന സ്കൂളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന സ്കൂളിലെ ഇന്ന കോഴ്സിലേക്ക് ഞാൻ ഒഴിവുള്ള വേക്കൻസിയിലേക്ക് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്ര മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റിൽ വേണ്ടത് എന്ന് നൽകി ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും നിങ്ങളുടെ
നിങ്ങളുടെ ഒരു അപേക്ഷയും നൽകി അടിയിൽ സിഗ്നേച്ചർ ഒപ്പും നൽകി അങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവിടെ അപേക്ഷ സമർപ്പിക്കുമ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വലിച്ചു വാരി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ ഒരു സാധ്യത കുറവാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള നോക്കി കൊടുക്കുക. അതായത് നിങ്ങളുടെ മാർക്കിനനുസൃതമായി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളും കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളും മാത്രമാണ് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്രയുമുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഓൺലൈൻ വെബ്സൈറ്റ് വഴി, അതായത് HSCAPൻ്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് സാധ്യമല്ല. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണോ സ്പോട്ട് അഡ്മിഷന് പോകാൻ താല്പര്യമുള്ളത് ആ സ്കൂളുകളിൽ ഒക്കെ പോയിട്ട്, ഇപ്പോൾ 5 സ്കൂളുകളിൽ അപേക്ഷ കൊടുക്കണമെങ്കിൽ 5 സ്കൂളുകളിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ്, ഓൺലൈനായിട്ട് നിങ്ങൾ 10ഉം 20 ഓപ്ഷൻ 1 by 1 2 1 2 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത്തവണ ഓപ്ഷൻ വെക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 10 സ്കൂളിൽ വെക്കണമെങ്കിൽ 10 സ്കൂളിൽ പോകണം, 5 സ്കൂളിൽ വെക്കുന്നില്ല 5 സ്കൂളിൽ പോകണം. നിങ്ങൾ എത്ര ഓപ്ഷനായി വെക്കാൻ തീരുമാനിക്കുന്നോ ആ ഓപ്ഷനുള്ള സ്കൂളിലെല്ലാം പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും അതോടൊപ്പം ആദ്യം പറഞ്ഞ അപേക്ഷയും ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപേക്ഷ നിങ്ങൾ അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളുടെ എന്നിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക? അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്കൂളും ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം നൽകേണ്ടത്, അത് അപേക്ഷിക്കുന്നത്. അല്ല, ഞാൻ എപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും ഞാൻ അഡ്മിഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും അടുത്ത കാര്യം പറഞ്ഞതാണ്, ഇങ്ങനെ വാരി വലിച്ചു കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട്, എനിക്ക് പരിചയമുള്ള 40-45 ഓപ്ഷനൊക്കെ വെക്കും. 40-45. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും വെച്ചിട്ടുണ്ടോ എന്ന് 45 എണ്ണം. HSCയിൽ 30, VHSC 15. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും അങ്ങ് എടുത്ത് വെച്ചേക്കുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ വെക്കേണ്ട ആവശ്യം? ഒരാവശ്യവുമില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഇപ്പം ഞാൻ എൻ്റെ +1 അലോട്ട്മെൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വെച്ചത് ആകെ 5 ഓപ്ഷനാണ്. അത് ട്രയൽ വന്നപ്പം 2 എണ്ണം കൂടെ കൂടി ചേർത്ത് 7 ഓപ്ഷനാക്കി. മാക്സിമം 7 എണ്ണം വെച്ച്, അതിലപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു? 3ാമത്തെ അലോട്ട്മെൻറ്റിൽ, 3rd അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത്, പിന്നെ എനിക്ക് ട്രാൻസ്ഫറും വേണ്ടി വന്നില്ല, ഒരു കോപ്പും വേണ്ടി വന്നില്ല, അവിടെ തന്നെ ഞാനങ്ങ് സ്ഥിരപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കാര്യം. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വലിച്ചു വാരി വെക്കുന്നത്? അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. അതിപ്പം എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം, നിങ്ങൾ ഓരോ ഓപ്ഷൻ, അല്ലെങ്കിൽ പിന്നെ ഓരോ ഓപ്ഷൻ 2 ഓപ്ഷൻ വെച്ചിട്ട് കിട്ടാതെ പോകുന്ന അങ്ങനെ ഞാൻ പറയുന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ കൊടുക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ഓപ്ഷനെ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉള്ളിടത്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടും. അതായത് എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ വലിയ സ്കൂളുകളിലൊക്കെ മാർക്ക് കൂടിയ വിദ്യാർത്ഥികളാണ് കൂടുതൽ അപേക്ഷിക്കുന്നത്. അപ്പോൾ മാർക്ക് കൂടിയ വിദ്യാർത്ഥികൾ വലിയ സ്കൂളുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ എന്തായാലും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് വെച്ചാൽ കുറച്ച് ഉൾമേഖലയിലേക്കുള്ള സ്കൂളുകൾ അപേക്ഷിക്കുക. ഈ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ പറയും, എനിക്ക് ഉൾമേഖലയിലേക്ക് കൂടുതൽ യാത്ര ചെയ്ത് പോയി പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല, എനിക്ക് ടൗണിലെ സ്കൂൾ തന്നെ കിട്ടും, കാരണം ഞാൻ ഇത്ര മാർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ നല്ല മാർക്ക് ഫുൾ A+, 5A+, 6A+ ഒക്കെ ഉള്ളവൻ എന്ത് ചെയ്യില്ല? ഈ ഉൾമേഖലാ സ്കൂളുകളിൽ അപേക്ഷിക്കില്ല. ഉൾമേഖലാ സ്കൂളുകളിലേക്ക് കൂടുതൽ വരുന്ന അപേക്ഷകളും എന്തായിരിക്കും? മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുടെ അപേക്ഷയായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയും ഒരു സീറ്റ് കിട്ടിയാൽ മതിയെന്നുള്ളൂ. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കണം, അന്ന് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അവർക്ക് എങ്ങനെയും ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഇന്നടുത്ത് കിട്ടണം എന്നുള്ള നിർബന്ധത എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ഒന്നുമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും SLCക്ക് വലിയ മാർക്കൊന്നുമില്ലായിരുന്നു. എൻ്റെ അനുഭവം തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഉൾമേഖലയിലുള്ള സ്കൂൾ തന്നെയാണ് ഞാൻ പഠിച്ചത്. അല്ല, ഞാൻ വലിയ സ്കൂളുകളൊക്കെ ടൗൺ മേഖലയിൽ സ്കൂളുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്ത് ചെയ്തില്ല, എനിക്ക് വലിയ ടൗൺ മേഖലയിലുള്ള സ്കൂളുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അവിടെ കയറാൻ തക്കതായിട്ടുള്ള മാർക്കില്ലാത്തത് കാരണവും മറ്റ്
എന്നെ കഴിഞ്ഞും മാർക്ക് കൂടുതലുള്ളതും മറ്റ് യോഗ്യതയുള്ള അപേക്ഷകളൊക്കെ വന്നത് കാരണം ഞാൻ ആ 6 സ്കൂളുകളിലും പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഞാൻ പഠിച്ച സ്കൂളിൽ പോലും അല്ല, ഞാൻ SLC എഴുതിയ സ്കൂളിൽ പോലും അല്ല ഞാൻ എന്ത് ചെയ്തത് +1 പഠിച്ചത്, വേറെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു, എനിക്കൊരു ഉൾമേഖലയിലുള്ള സ്കൂളുണ്ട്. പക്ഷേ എന്നാലും ആ ഉൾമേഖലയിലുള്ള സ്കൂൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായിരുന്നു. അതാണ് ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറയുന്നത്. അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഇപ്പോഴും ഞാൻ കൂട്ടുന്നത്. എനിക്ക് ആ സ്കൂൾ കിട്ടിയതിൽ ആദ്യം എനിക്ക് വിഷമമുണ്ടായിരുന്നു ഞാൻ പഠിച്ച സ്കൂൾ കിട്ടാത്തതിൽ. പക്ഷേ പിന്നെ ഇപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്, ഞാൻ പഠിച്ച സ്കൂളിനെ കഴിഞ്ഞ് എളുപ്പമുള്ള സ്കൂളിലേക്കാണ് എനിക്ക് കിട്ടിയതെന്നുള്ളത്. അപ്പോൾ എന്തായാലും അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾ കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോയിലൂടെ അറിയിക്കാം. ഇനിയിപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് സംബന്ധിച്ചും മൊബൈൽ കോള്, മെസ്സേജ്, ജിമെയിൽ ഒക്കെ വരുന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.